അഞ്ജു, ഞാൻ ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നമുക്കതിൽ 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പെ അല്പസമയത്തിനുള്ളിൽ ഇറങ്ങും. നേവിയുടെ ഡൈവേഴ്സ് എത്താത്തത് എന്ത് എന്നൊരു ചോദ്യം ഞങ്ങളും ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ വ്യക്തമായ ഉത്തരം ഇന്നിപ്പോൾ കിട്ടി. ഇന്നലെ ചെറിയ ആശങ്കകളും ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും MLA വളരെ കൃത്യമായി പറഞ്ഞു നേവിയുടെ ഡൈവേഴ്സിനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യം ഇറങ്ങാൻ പോകുന്നത് ഈശ്വർ മാൽപ്പയും ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള 4 ഡൈവേഴ്സും SDRFും NDRFും ആയിരിക്കും. പോലീസും ജില്ലാ അതോറിറ്റിയുടെയും അവിടെ സഹകരണം ഉണ്ടാകുമെന്ന് പറയുന്നു. രണ്ടാമത്തത്, ആ ലോറിയുടെ പാർട്സ് ഏകദേശം 80% തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനാഫ്. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാലാവസ്ഥ അനുകൂലവുമാണ്. ഇന്നിപ്പോൾ ഈ തെരച്ചിലിൽ ഒരു വലിയ പ്രതീക്ഷ കുടുംബവും പങ്കുവയ്ക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജാക്കി ലഭിച്ചതാണ്. അതെ അതെ സാർ, ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള തിരച്ചിൽ തന്നെ സംഭവിക്കുന്നു. ഞങ്ങൾ ഈ കാലാവസ്ഥ തെളിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പരമാവധി നമുക്ക് സാധ്യമാവുന്നത്, അതായത് നമുക്കിനി വേണ്ടത് ഒരു ഒറ്റ ഉത്തരമാണ്. അർജുൻ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കിട്ടിയാൽ നമ്മൾ ഈ തെരച്ചിൽ, അതല്ല അവിടെ ഇല്ല എന്നത് നമുക്ക് ആധികാരികമായി ഉറപ്പിക്കാൻ പറ്റണം. അവിടെ ഇല്ല എന്നുള്ളത് സംശയത്തിന് അതീതമായി തെളിഞ്ഞാലും നമുക്ക് ഈ തെരച്ചിൽ നിർത്താം. അങ്ങനെയല്ലേ കുടുംബത്തിൻ്റെ ഒരു നിലപാട്? തീർച്ചയായിട്ടും സാർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞപ്പോൾ ഒരു അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഒരു മാസമായി, 30 ദിവസമായി ഇന്നത്തേക്ക്. അമ്മയൊക്കെ എനിക്കറിയാം ആ ഒരു മാനസികാവസ്ഥ. ഒരു കുടുംബം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഭാരം എന്താന്നുള്ളത് അതെ പറ്റുന്നില്ല. ഒരു കാര്യത്തിന് നമുക്കൊന്നിനും പറ്റുന്നില്ല. ഈ ഒരു ഇത്രയും വലിയൊരു നമുക്കറിയാം, ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് വേറൊരു രീതിയിൽ, ഇത് വേറൊരു രീതിയിൽ. പക്ഷെ നമുക്ക് ആ ഒരു ദുരന്തം വന്നെന്ന് വെച്ചിട്ട് നമ്മുടെ അനിയൻ എന്ത് പറ്റിയെന്നുള്ളത് അറിയാൻ അതിൻ്റെ അതവിടെ നിർത്തി വരാൻ പറ്റുന്നില്ല സാർ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തീർച്ചയായും അത് മനസ്സിലാക്കുന്നു. കുടുംബം അതിനോടൊപ്പം തന്നെ നിൽക്കണം. ഞങ്ങൾ തന്നെ വിചാരിച്ചത് കുടുംബം അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളടക്കം പോകും. അതിനകത്ത് ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ അഞ്ജു നേരത്തെ കറക്റ്റായി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ഇന്ന് അവിടെ എത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോട് കൂടി ഇരിക്കാം അഞ്ജു. ഞാൻ അധികം അഞ്ജുവിനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കൊന്ന് ബന്ധുക്കളൊക്കെ വീട്ടിൽ നിന്ന് പോയി തുടങ്ങിയോ? എന്താണ് അവസ്ഥ? അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളുണ്ട് അല്ലേ? അല്ല, മാറി വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അഞ്ജു. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് പ്രതീക്ഷയോട് കൂടി ഇരിക്കാം. കൃത്യമായ വിവരങ്ങൾ ഞങ്ങളും അഞ്ജുവിനെയും കുടുംബത്തെയും അറിയിക്കാം. താങ്ക് യു അഞ്ജു. താങ്ക്സ് എ ലോട്ട്.